2007 സുകുമാർ അഴീക്കോട് പത്മശ്രീ അവാർഡ് നിരസിച്ചത് ഒരു വലിയ വിവാദമായി മാറിയിരുന്നു. രാജ്യം നൽകുന്നതെന്തും മറുത്തു പറയാതെ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് പലരും ഉപദേശിച്ചു. ഇവരുടെയൊക്കെ വിചാരം നമ്മൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഇത്തരം അവാർഡുകൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം വാദിച്ചു. എല്ലാവരെയും തുല്യരായി കാണണമെന്ന് ഭരണഘടന പറയുന്നു. വ്യത്യസ്ത തലങ്ങളിൽ അത്തരം ബഹുമതികൾ നൽകുന്നതിലൂടെ ആളുകൾക്കിടയിൽ വിവേചനം കാണിക്കുന്നു. എനിക്ക് ലഭിച്ച പത്മശ്രീ ഈ വിവേചനം തുറന്നു കാട്ടാനുള്ള അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. സുകുമാർ അഴീക്കോട് തനിക്കുണ്ടായ അപമാനത്തെ തുറന്നു പറയാനും വിമർശിക്കാനും മുമ്പോട്ട് വന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു വിമർശകനാണ്. ഇത്തരം വിമർശനങ്ങൾ മുമ്പും നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് അത്തരമൊരു വിമർശനം വന്നതിൽ ആർക്കും അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നാൽ 2013 എസ് ജാനകി പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതമുണ്ടായി. വിവാദങ്ങളിൽ ഏർപ്പെടാതെ സംഗീതത്തിൽ മാത്രം മുഴുകി കാലം കഴിച്ച ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്ന് ആരും കരുതിയില്ല. ഒരു ദക്ഷിണേന്ത്യൻ ഗായിക ആയതുകൊണ്ട് മാത്രം താൻ അവഗണിക്കപ്പെടുന്നുണ്ട് എന്ന പരാതി അവർ ഉള്ളിൽ ഇത്ര ശക്തമായി കൊണ്ടു നടക്കുന്നുണ്ടെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു. ദക്ഷിണേന്ത്യൻ സംഗീത പരിപാടിയോട് പൊതുവെ ഒരു വിയോജിപ്പ് ബോളിവുഡിനുണ്ട്. ദക്ഷിണേന്ത്യൻ ശബ്ദങ്ങളോടും ശൈലിയോടും അവർക്ക് താല്പര്യക്കുറവുണ്ടെന്ന് പല ഗായകരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഉദാഹരണത്തിന്, ഒരു മാതൃക സ്ത്രൈണ ശബ്ദം ഏതെന്ന ചോദ്യത്തിന് ബോളിവുഡിനുള്ള ഉത്തരം ലതാ മങ്കേഷ്കറെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. വളരെ നേർത്തു നനുത്ത സ്ത്രീ ശബ്ദങ്ങളോടുള്ള ബോളിവുഡിൻ്റെ താല്പര്യം ഇങ്ങ് ശ്രേയാ ഘോഷാൽ വരെ ഉള്ള ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദക്ഷിണേന്ത്യയുടെ സമീപനം അല്പം വ്യത്യസ്തമാണ്. പി സുശീലയുടെ ശബ്ദത്തിൽ നമുക്ക് സ്ത്രൈണത കാണാൻ കഴിയുന്നത് പോലെ വടക്കോട്ടുള്ളവർക്ക് കഴിയണമെന്നില്ല. പി ലീലയുടെ ശബ്ദം മാദകത്വം നിറഞ്ഞ സ്ത്രൈണ ശബ്ദമാണെന്ന് ഒരു മലയാളി പറയുന്നത് ഒരു ബോളിവുഡ് സംഗീതപ്രേമി അംഗീകരിക്കണമെന്നില്ല. രണ്ടിനും രണ്ട് കാഴ്ചയാണ്. ബോളിവുഡിൻ്റെ സംഗീത സമീപനത്തിലെ ഈ വ്യത്യസ്തത പലപ്പോഴും പകർന്നു കിട്ടുന്നത് ഡൽഹി കേന്ദ്രിതമായ സാംസ്കാരിക അധികാര വൃന്ദങ്ങൾക്കാണ്. ദക്ഷിണേന്ത്യയിൽ കലാപ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പോലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവർ അവാർഡ് നിർണയ സമിതികളിലും മറ്റും പറയും. ദക്ഷിണേന്ത്യക്കാർക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു അപകർഷത നിലനിൽക്കുന്നതായി കാണാം. KJ യേശുദാസിന് ഭാരതരത്ന അർഹിക്കുന്നുവെന്ന ആവശ്യമുയരുമ്പോഴെല്ലാം പുള്ളിക്കാരൻ അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കാൻ മാത്രം സാംസ്കാരിക അടിമത്തം നമുക്കുണ്ട്. ഈ അടിമത്തം ചോദ്യം ചെയ്യപ്പെട്ട അപൂർവ സന്ദർഭങ്ങളേ ഉള്ളൂ. അഴീക്കോടും ജാനകിയും സൃഷ്ടിച്ച ആ സന്ദർഭങ്ങൾക്ക് നമ്മുടെ ആത്മാഭിമാനത്തോളം വിലയുണ്ട്.